അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള ചിക്കൻ 65 തയ്യാറാക്കാം. ഇതിനു മുൻപും ഞാൻ ചിക്കൻ 65 വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത് സിമ്പിളായിട്ട് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഒരു ബൗൾ എടുക്കുക. ഞാനിവിടെ 1/2 കിലോ ചിക്കൻ്റെ റെസിപ്പിയാണ് പറയുന്നത്. അപ്പോൾ ഒരു ബൗളിലോട്ട് നമുക്ക് അതിന് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് കാശ്മീരി മുളക് പൊടി ഉള്ളൂ എന്നുണ്ടെങ്കിൽ 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി വേണം കേട്ടോ. പിന്നെ ജീരകത്തിൻ്റെ പൊടി, അതായത് നല്ല ജീരകത്തിൻ്റെ പൊടി, ക്യൂമിൻ പൗഡർ നമുക്കൊരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഗരം മസാല ഇതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ. പിന്നെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് മല്ലിയുടെ ഇല, വളരെ കുറച്ച് മാത്രം, ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തത്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയുടെ ഇല കട്ട് ചെയ്തത്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു വലിയ ടേബിൾ സ്പൂൺ തൈര്. നമ്മൾ തൈര് ചേർക്കുന്നത് നമ്മുടെ ചിക്കൻ വളരെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ്. അപ്പോൾ അതിന് നമുക്ക് 1/2 ടീസ്പൂൺ ചേർക്കാം. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ ചേർക്കാം. കാരണം ഒരുപാട് ഉപ്പ് ആദ്യം തന്നെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ കഴിക്കാൻ പറ്റൂല. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അല്പം ചെറുനാരങ്ങ നീര്. ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി എക്സ്ട്രാ വേണ്ടത് അരിപ്പൊടിയാണ്. പക്ഷെ അരിപ്പൊടി നമ്മൾ ഇപ്പോൾ ചേർക്കുന്നില്ല. ചിക്കൻ എല്ലാം ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കുറച്ച് കളർ, അതായത് ഓറഞ്ച് റെഡ് കളർ ചേർക്കാം. ഞാൻ ഇതിൻ്റെ രുചി ഒന്ന് നോക്കട്ടെ. നമ്മൾ ചിക്കൻ ചേർത്തതിന് ശേഷം എന്തായാലും രുചി നോക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ സമയത്ത് നമുക്ക് ഈ മസാലയുടെ രുചി ഒന്ന് നോക്കണേ. നമുക്കിനി ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. അത് എല്ലോട് കൂടിയുള്ള ചിക്കൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ എല്ലില്ലാത്ത ചിക്കൻ ആണെങ്കിലും നന്നായിരിക്കും. അപ്പം ഞാനിതിലോട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് മാത്രം ഒരല്പം കളർ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ്റെ പീസസ് ഇതിലോട്ട് ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ക്രിസ്പി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലോട്ട് അരിപ്പൊടി ചേർക്കുന്നത്. ഞാനിവിടെ നമ്മുടെ ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയില്ല, അതാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അതിന് മുൻപായിട്ട് നമുക്ക് ചിക്കൻ്റെ പീസസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ചിലർ കോൺഫ്ലോർ ചേർക്കും, പക്ഷെ അരിപ്പൊടിയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. 1 ടേബിൾ സ്പൂൺ ആദ്യം ഇട്ട് കൊടുത്ത് നോക്കാം. എല്ലാ ഭാഗത്തേക്കും കോട്ടായിട്ടുണ്ടെങ്കിൽ അത്ര മതിയാവും. അതല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണും കൂടി ഇട്ട് കൊടുക്കാം. ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്ന ചിക്കൻ 65 എന്ന് പറയുന്നത് ആന്ധ്ര സ്റ്റൈലായിരുന്നു കേട്ടോ. നമ്മൾ ഇതുപോലെ വറുത്തതിന് ശേഷം വീണ്ടും നമ്മളൊരു മസാല റെഡിയാക്കിയിട്ട് അതിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു. അത് വേറെ ടേസ്റ്റ്. ഇത് നമ്മൾ സിമ്പിളായിട്ട് ഇത് ഞാൻ പ്രത്യേകിച്ച് കാണിക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം നമ്മുടെ ബിരിയാണി ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, പാലക്കാട് റാവുത്തർ ബിരിയാണി, അതിലേക്ക് ഞാൻ ഉണ്ടാക്കിയത് ഈ ചിക്കൻ 65 ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ 65. ഓക്കെ, ഇത് മതി. നമുക്ക് 1 ടേബിൾ സ്പൂൺ മതിയാകും അരിപ്പൊടി. നമുക്ക് ഇനി ഇത് 20 മിനിറ്റെങ്കിലും മിനിമം മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനുശേഷം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഓയിൽ ചൂടാക്കാൻ വേണ്ടി വെക്കുക. മീഡിയം ചൂടായിരിക്കുന്ന സമയത്ത് വേണം നമുക്കിതിലോട്ട് ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടാവുന്ന സമയത്ത് നമുക്ക് അതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടതിന് ശേഷം വറുത്ത് കോരുക. ആ എണ്ണയിൽ നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുമ്പോൾ പ്രത്യേക ഒരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കോരിയെടുക്കാം. ഒരു അരിപ്പയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കൻ്റെ പീസസ് ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം പീസസാണ് ഏറ്റവും ബെസ്റ്റ്. ഞാനിപ്പോൾ ഇവിടെ ബോൺലെസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. 2 ബാച്ചായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഒരു സൈഡ് ഫ്രൈ ആകുമ്പോൾ മറിച്ചിടാം. അതിനുശേഷം നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ 65 ഞാൻ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും നന്നായിട്ട് കുക്കായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. അപ്പോൾ നമുക്ക് കുത്തുമ്പോൾ തന്നെ അതേ നല്ല ഉള്ളിലോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ അർത്ഥം കുക്കായിട്ടുണ്ടെന്നാണ്. അല്ലെങ്കിൽ ഒരു പീസ് എടുക്കുക, അത് കഴിച്ച് നോക്കുക. അപ്പോൾ കൂടുതൽ വ്യക്തമായി മനസ്സിലാവേ. അപ്പോൾ നമുക്കിത് എടുക്കാം കേട്ടോ. എല്ലാം ഇത് എടുത്തിട്ട് നമുക്കൊരു അരിപ്പയിലോട്ട്, അതായത് നമ്മൾ നേരത്തെ നമ്മുടെ കറിവേപ്പില വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ സെയിം അരിപ്പയിലോട്ട് അതിൻ്റെ മേലെ കൂടെ അങ്ങ് ഓയിലങ്ങ് കളഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അടുത്ത കാച്ചിടുമ്പോൾ ഇതേപോലെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാൻ മറക്കരുത്. നമ്മുടെ ബിരിയാണി എത്ര പേര് ഉണ്ടാക്കി നോക്കി? പിന്നെ അതിൽ ഞാൻ പ്രോമിസ് ചെയ്ത പോലെ തന്നെ കായ്ച്ചാറും അതുപോലെ തന്നെ കുമ്പളങ്ങ ഹലുവയും കൂടി ഉണ്ടാക്കാനുണ്ട്. പിന്നെ നമ്മുടെ സീരീസ് വെജ് മീൽസിൻ്റെ 3ാമത്തെ വീഡിയോ വന്നിട്ടുണ്ട് കേട്ടോ, കാണാൻ മറക്കരുതേ. അപ്പോൾ നമ്മുടെ ചിക്കൻ 65 ലാസ്റ്റ് ബാച്ച് റെഡി ആയിട്ടുണ്ട്. അതും കൂടി എടുത്തിട്ട് നമുക്ക് ഇതിലോട്ട് അവസാനം കുറച്ച് പച്ചമുളകും കൂടെ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ സംഭവം ഉഷാലായി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യത്തെ ബാച്ചിൻ്റെ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം ഉപ്പും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് അതിന് സംശയം തോന്നുന്നുണ്ടെങ്കിൽ 1 പീസ് മാത്രം ഫ്രൈ ചെയ്തെടുത്ത് കഴിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും സ്പൈസസ് ഒക്കെ കുറവ് തോന്നുകയാണെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഓക്കെ, നമുക്ക് സെയിം എണ്ണയിലോട്ട് തന്നെ കുറച്ച് പച്ചമുളക് നെടുകെ കീറിയത്, ഒരു പച്ചമുളക് കീറാണ്ട് ഇടരുത് കേട്ടോ, പൊട്ടിത്തെറിക്കേ. ഞാൻ ചിലപ്പോൾ പപ്പടവും ഫ്രൈ ചെയ്യും, അതിൻ്റെ ആവശ്യമില്ല. പച്ചമുളക് ഇട്ടുമ്പോൾ മാറി നിന്നുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ മുഖത്തേക്കൊക്കെ പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ പിന്നെ സീൻ ശരിയാവില്ല. പച്ചമുളകും കൂടെ കോരി മാറ്റിയിട്ട് നമ്മുടെ ചിക്കൻ്റെ പീസസിൻ്റെ മേലെ കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. കുറച്ച് ലെമനും
അതുപോലെ തന്നെ സവാളയുടെ കൂടെ നമുക്ക് വിളമ്പാം. അപ്പോൾ നമ്മുടെ ചിക്കൻ 65 ഞാനിവിടെ പ്ലേറ്റിംഗ് ചെയ്തിട്ടുണ്ട്. മുളകും കറിവേപ്പില അതിന് മേലെ കൂടെ വെതറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള നമ്മുടെ ചിക്കൻ 65 എല്ലാവരും തയ്യാറാക്കി നോക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്